ഇപ്പോൾ ഷോട്ടിരിക്കുന്ന പറ്റിയ ആക്സിഡന്റ് നമ്മൾ നേരെ പോയി കിണറ്റിൽ വീഴുക എന്നുള്ളതിന്റെ പോലെ പുള്ളി കിണറിന് പോയി ഇടിച്ച് കെട്ടിമറിഞ്ഞ് വീഴുക ചെയ്തത്. അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി. അല്ല, ഹാപ്പി ഇൻ ദ സെൻസ് അങ്ങനെയല്ല. സൂര്യോദയമൊക്കെ നമുക്ക് സൂര്യോദയം ഇല്ലാതെ ഒരു ഭൂമിയിൽ ഒരു ദിവസം ഉണ്ടാവില്ല. പക്ഷെ ഒരു ആട് ക്യാമറയുടെ മുന്നിൽ വന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രയാസമുള്ളൊരു കാര്യമാണ്. സൈഫൈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാരക്കര ഗണപതിയുടെ ലോഗോ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കാൻ ചാൻസ് ഉള്ള റെഗുലാരിറ്റി ആകല്ലേ. വെൽക്കം ടു റിപ്പോർട്ടർ റൗണ്ട് ടേബിൾ 2024 പവർഡ് ബൈ റൈസ്. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായിരുന്നു. മലയാളം ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രികളിലെ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഡെയറിങ്ങുമായുള്ള ഒരു ഇൻഡസ്ട്രിയാണെന്ന് ഏവരും പുകഴ്ത്തിയ വർഷമായിരുന്നു ഇത്. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് നേടിക്കൊടുത്ത ഒരു കൂട്ടം ഫിലിം മേക്കേഴ്സാണ് ഇന്ന് റിപ്പോർട്ടർ റൗണ്ട് ടേബിളിൽ നമ്മളോടൊപ്പം ചെയ്യുന്നത്. മന്ന കീർത്തി ജോർജ്, ദിസ് ഇസ് വിനീത വേണു വിത്ത് മീ. കഴിഞ്ഞ വർഷം മലയാളം ചർച്ച ചെയ്ത 8 സിനിമകളുടെ സംവിധായകരാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആടുജീവിതത്തിന്റെ സംവിധായകൻ ശ്രീ ബ്ലസ്സി, ഒപ്പം തലവന്റെ സംവിധായകൻ ജിസ് ജോയ്, ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി, ARMന്റെ സംവിധായകൻ ജിതിൻ ലാൽ, ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി, സൂക്ഷ്മദർശിയുടെ സംവിധായകൻ MC ജിതിൻ, ഭരതനാട്യത്തിന്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി, ഗഗനചാരിയുടെ സംവിധായകൻ അരുൺ ചന്ദു എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. സംവിധായകൻ ബ്ലസ്സിയിൽ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നീണ്ട കാലയളവാണ് ഈ ഒരു ആടുജീവിതം എന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സംവിധായകൻ തന്റെ കരിയറിൽ മാറ്റിവെക്കുന്നത്. ആടുജീവിതം എത്രമാത്രം പൃഥ്വിരാജിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ആണെങ്കിലും നജീബിനെ പോലെ ഒരു ജീവിച്ച വ്യക്തിയുടെ ഒരു യഥാർത്ഥ ജീവിത കഥ, ബെന്യാമിന്റെ നോവൽ എല്ലാവരും വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും മലയാളികൾ ആ സിനിമയെ കാത്തിരിക്കുന്നതിൽ ബ്ലെസ്സി എന്നുള്ള സംവിധായകന്റെ ഇത്രയും വർഷത്തെ ഒരു പ്രയത്നം കൂടി ഉണ്ടായിരുന്നു. ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്കായിട്ട് നടത്തുന്ന എഫേർട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും അത് വളരെ വലുതാണ്. നമ്മുടെ കാണികൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ടെന്നും ഈ ആടുജീവിതത്തിന്റെ സമയത്ത് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായോ? കാണികൾ എൻ്റെ സിനിമയും ഞാൻ ഇതിനെടുത്ത എഫേർട്ടും നല്ലതായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഷൂട്ട് ചെയ്തു, എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ പിന്നാമ്പുറത്തെ കഥകൾ മാത്രമാണ്. അതിന് ഒരു ബാധ്യതയും കാണികൾക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഫിലിം മേക്കേഴ്സിനുണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ 10-11 കൊല്ലം ഷൂട്ട് ചെയ്താണ്. അങ്ങനെയല്ല, നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് സിനിമയ്ക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് മാത്രമാണ്. സിനിമ നമുക്ക് 24 മണിക്കൂർ കൊണ്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ച് സിനിമ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഒരു 10-15 വർഷക്കാലം കൊണ്ടൊരു സിനിമ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതിൻ്റെ സാഹചര്യങ്ങളാണ്. അപ്പം സിനിമ പൂർണ്ണമായും നമ്മുടെ ഒരു ക്രിയേറ്ററിൻ്റെ മനസ്സിലെ ചിന്തകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അനുയോജ്യമാകുന്ന, എന്തുകൊണ്ട് ഇത് അനുയോജ്യമാകാതിരിക്കുന്നു? ചില ലൊക്കേഷൻ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നു. അപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ നമുക്ക് ചിലപ്പം പെർമിഷൻ കിട്ടാതെ പോകുന്നു. ഇങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാവാം. ചിലർ പറയുമ്പോൾ കടുംപിടുത്തം എന്നൊക്കെ പറയാം, ചിലപ്പോൾ അല്ലേ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ ഇതൊന്നും എനിക്ക് തോന്നുന്നു ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. പ്രേക്ഷകരെന്താണ് അതിന് വില കൊടുക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ടു, ശരിയാണ്. അതിന് എങ്ങനെ പ്രേക്ഷകർ അതിനെ കാണുന്നു, നോക്കിക്കാണുന്നു, സിനിമയെ വിലയിരുത്തുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. അനുയോജ്യമായ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കുക, മണൽക്കാറ്റ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പാമ്പ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുക. അപ്പം ഈ ടെക്നീഷ്യൻസിൻ്റെ ഒരു ക്ഷമയുണ്ട്, അല്ലെങ്കിൽ താരങ്ങളുടെ ഒരു ക്ഷമയുണ്ട്. താങ്കൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ സിനിമയുടെ ടോട്ടാലിറ്റിയെ അതെങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യുന്നത്? സൂര്യോദയമൊക്കെ നമുക്ക് സൂര്യോദയം ഇല്ലാതെ ഒരു ഭൂമിയിൽ ഒരു ദിവസം ഉണ്ടാവില്ല. പക്ഷേ ഒരു ആട് ക്യാമറയുടെ മുന്നിൽ വന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രയാസമുള്ളൊരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചില സമയത്ത് ആട് ഇങ്ങോട്ട് നോക്കണം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇടത്താണ് ഈ നമ്മുടെ എല്ലാ അഭ്യാസവും തെറ്റിപ്പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആട് മൂത്രം ഒഴിക്കുന്നത് നമ്മളെപ്പോഴും കാണാറുള്ളൂ അല്ലേ, നമുക്ക് വേണ്ടിയപ്പോഴല്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്യാമറയുടെ ഒരു ലെൻസിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലാന്നുള്ളൂ. അപ്പം ഇത് എങ്ങനെ എഴുതി വെക്കുമ്പോൾ ഭയങ്കര രസകരമായ കാര്യമാണല്ലോ അല്ലേ. നമ്മളൊക്കെ എഴുത്തുകാരെന്ന്
എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എഴുതുമ്പോൾ നമ്മളൊരു അന്തവും കുന്തവും ഇല്ലാതെ നമ്മൾ എഴുതും. പക്ഷേ ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്നുള്ള പ്രയാസമാണ്. അപ്പോൾ ഞാൻ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെ ഒരിക്കലും നമുക്ക് ആ ഫ്രെയിമിൽ നമുക്ക് ഇതിനെ കിട്ടുക എന്ന് പറയുന്ന ഒരു സാധ്യമായ കാര്യമില്ല. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ബാക്ക് ഷോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങനെയാണ്. അത് സംഭവം ശരിയായിരിക്കാം, നമുക്ക് മൂത്രം പോകുന്ന പോലെയൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ വേറൊരു ഈ അനാട്ടമിയിൽ വേറൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ആട് മൂത്രം ഒഴിക്കുമ്പോൾ അതിനെ കാലിച്ചിരൊന്ന് പെടഞ്ഞിട്ട് കുനിഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ബോഡി ഷേപ്പ് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ അങ്ങനെ അതും പറ്റില്ല എന്നുള്ള അറിയുന്നിടത്താണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ചില മാജിക്കുകൾ സംഭവിക്കുന്നതാണ്. നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സിനിമകളിൽ അങ്ങനെ ഒരു ഫേവറേറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടെടുത്ത നീണ്ട നാളുകളിൽ നിന്ന് മാത്രമല്ല വളരെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരുന്നല്ലോ, പല പല ഓണറുകൾ ചെയ്തവരാണ്, വളരെ കഷ്ടപ്പെട്ടെടുത്ത് അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഷോട്ടുകളുണ്ടോ? എനിക്ക് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടും. അപ്പോൾ ARMൽ ഓപ്പണിങ്ങിൽ ടോവിയുടെ ഇൻട്രോയുടെ ടൈമിൽ ഇതേപോലെ ഞങ്ങൾ ഫാൻഡത്തിൽ എടുത്ത ഒരു ഷോട്ട് റിവേഴ്സ് കറണ്ട് കാരണം ജനറേറ്റർ അടിച്ചു പോവുകയും ആ ഷോട്ട് റെക്കോർഡാവുകയും, അത് ഷോട്ട് എടുത്തിട്ട് റെക്കോർഡായിട്ടില്ല, അത് സേവ് ചെയ്യണം നമ്മൾ ഫാൻഡത്തിലെടുക്കുന്ന ഷോട്ട്. അപ്പോൾ അത്രയും അത് മറ്റേ ബോൾട്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ക്ലാപ്പൊക്കെ ചെയ്ത സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കറണ്ട് ഫുൾ കട്ടായിട്ട് സേവ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടോയ് വന്നിട്ട് അയ്യോ, മീൻസ് അത്രയും കഷ്ടപ്പെട്ട് വേണം അത് ചെയ്യാൻ. സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് അത്രയും ടൈം എടുത്തു. പക്ഷെ നമ്മളിങ്ങനെ വിഷമിച്ച് ഇരുന്നു. നമ്മൾ അടുത്ത് സെറ്റപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ ടീമിലുള്ളവർ വേറെ ജനറേറ്ററിന് ശരിയാക്കാൻ പോയി. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞ സമയത്ത് ജനറേറ്റർ ശരിയാവുകയും സെയിം ഷോട്ട് നമുക്ക് ഈ സൺ ഡൗണറിൽ കിട്ടി. അപ്പോൾ ടൊവി വാള് കുത്തുന്ന സമയത്ത് ക്യാമറ ഡൗൺ പോകുമ്പം ഈ മുഖത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റ് സണ്ണിങ്ങനെ ഇതായിട്ടൊരു ഷോട്ട് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരത്തെ അത് കിട്ടാത്തത് ഇങ്ങനെ ഒരു നല്ല സാധനം കിട്ടാനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാജിക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കും സിനിമയിൽ. ജിസിന് അത്രയും ക്ഷമയുണ്ടോ ഇങ്ങനെ ഓരോ ഷോട്ടിനൊക്കെ വെയിറ്റ് ചെയ്യാം എന്നുള്ള തോന്നലുണ്ടാവാറുണ്ടോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന സിനിമയുടെ ജോണർ പോലെയാണോ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത 6 സിനിമകളിൽ എനിക്ക് അങ്ങനെ ഒരു ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടില്ല. വേറെ കൈൻഡ് ഓഫ് പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ രണ്ടുപേരും പറയുമ്പോൾ ആലോചിക്കുകയാണ്, ഈ 2 സിനിമയിലും അതിൻ്റെ സാധ്യതയുണ്ട്. അത് ബ്ലസ്സിയുടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് അങ്ങനെ തന്നെ വേണം. ബോഡി ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് മാറണം. ആ ഡയറക്ടേഴ്സ് പോലെ സൊല്യൂഷൻസ് കൊണ്ടുവരും. പക്ഷേ അത് റിയൽ ആവണമെങ്കിൽ റിയലായിട്ട് തന്നെ കിട്ടണം. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ സിനിമയിൽ എല്ലാം കൂടെ വരും. അപ്പം പെട്ടെന്ന് ബൈസൈക്കിൾ തീവ്സിൽ ആസിഫ് അലി ഒരു കള്ളനാണ്. അയാൾ കള്ളന് കഞ്ഞി വെച്ച ആളാണ് അയാളെ വിജയ് ബാബുവിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിജയ് ബാബു ഇയാളെ തോൽപ്പിച്ച് കളയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഡ്രസ്സ് മേടിച്ച് കൊണ്ടിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാളുടെ പാരൻസൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്. ഇയാൾക്ക് ഇന്നേ വരെ ജീവിതത്തിൽ ആരും ഗിഫ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾ വിജയ് ബാബുവിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് അയാളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവറായിട്ട് കൂടിയിരിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ ഇയാൾ വരാൻ ബാംഗ്ലൂർ ഫോറം മോളിൽ പോയപ്പോൾ നിന്നെ ഓർത്തറ അത് നിനക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറയുന്ന മൊമെൻറ്റിൽ വെറും 2 ടീഷർട്ട് കൊടുക്കുന്നിടത്ത് ഇവൻ വിട്ട് കളയാണ്. ഇവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ബോട്ടിലേക്കുള്ള നടപ്പുണ്ട്. അപ്പോൾ ഞാൻ എഴുതുക വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾ വളരെ പ്യുവർലി വിട്ട് കളയാണ്. ഇനി കൊള്ളയടിയില്ല, അയാളുടെ സ്നേഹിതൻ മാത്രമാണ് അയാൾ. ആ മൊമെൻറ്റിൽ ആസിഫ് ഇറങ്ങി നടന്ന് വരുന്ന സമയത്ത് 48 ഫ്രെയിംസിലാണ് ഷൂട്ട്, സ്ലോ മോഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രകൃതി മുഴുവൻ കൂടെ നിൽക്കുന്ന ആ സമയത്തൊരു കാറ്റങ്ങോട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് മരങ്ങളും ചെടികളും ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾ പോലും ആടി ഒലഞ്ഞ് അതിന് നടുക്ക് കൂടെ ആസിഫ് നടന്നു വരുന്ന ഷോട്ടുണ്ട്. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര സംഭവമാണ് സംബഡി ഈസ് വാച്ചിങ്. അതെ, വേറെ ആരോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ. അതെനിക്ക് ഓരോ സിനിമയ്ക്കും ഇവർക്കെല്ലാം പറയാനുണ്ടോ അങ്ങനത്തെ മുഹൂർത്തങ്ങൾ? ആക്ച്വലി ആട്ടത്തിൽ ഒരു വലിയ പറഞ്ഞപ്പോൾ ഒരു വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. അതിന് ആദ്യത്തെ നാടകത്തിൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഷാജോൺ ചേട്ടൻ്റെ കഥാപാത്രം കുമ്പളങ്ങയ്ക്കകത്ത് ചുമന്ന ചോര തെറിക്കുന്ന രീതിയിൽ ആ കുമ്പളങ്ങ വെട്ടണം. അപ്പോൾ ആക്ച്വൽ വാളാണ് ഉപയോഗിച്ചത്, ശരിക്കുമുള്ള ഇരുമ്പിൻ്റെ വാള്. എന്നിട്ട് അപ്പോൾ ഇതുകൊണ്ട് അത് കയ്യിൽ നിന്ന് തെറിക്കരുത് എന്ന് വിചാരിച്ച് എല്ലാവരെയും ഫ്രണ്ടിലുള്ള എല്ലാവരെയും മാറ്റി നിർത്തി.
അപ്പോൾ ഈ അവസാനത്തെ കുമ്പളങ്ങയുടെ ഇത് വെട്ടി കഴിഞ്ഞപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ ഈ വാള് നടുക്ക് വെച്ച് ഒടിഞ്ഞുപോയി. ഒടിഞ്ഞിട്ടിത് ബാക്കിലേക്ക് പോയിട്ട് നേരെ വിനയ് ഫോർട്ട് നിൽക്കുക, എല്ലാവരും ആൾക്കാർ നിൽക്കുക. വിനയ് ഫോർട്ടിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പോയി, അതിപ്പോൾ സിനിമയിലെ ഷോട്ട് അങ്ങനെ തന്നെയുണ്ട്, കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പോയി പുറകിൽ നന്ദനൊരു മാസ്ക് പിടിച്ചിട്ടുണ്ട്, അതിൽ പോയി കൊണ്ടു. അത് വിനയുടെ കൈയുടെ ഈ ഭാഗം മാത്രം ചെറുതായിട്ടൊന്നും മുറിഞ്ഞല്ലാതെ ആക്ച്വലി എരുമ്പാണ്. അത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവിടെ വെച്ച് പടം അവസാനിച്ചു വരെ. അങ്ങനൊരു ഒറിജിനലി സംഭവിച്ചതാണെന്ന് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യമായിട്ട് സ്ഥലത്ത് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. അത് നമ്മൾ സാങ്കേതിക വിദ്യയുടെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ലേ, ആ വാളൊക്കെ തെറിച്ചു പോകുന്നത് എന്തോ ഗ്രാഫിക്സ് ചെയ്തതായിരിക്കും എന്നാണ് കരുതിയിരുന്നത്. ഭരതനാട്യത്തിലും പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സീനുണ്ട്, തെയ്യം പരിപാടി നടക്കുന്നത്. തെയ്യം പോയി കിണറ്റിൽ വീഴുന്നതാണ് സീക്വൻസ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതെല്ലാം ഒറ്റ ഷോട്ടിൽ പോകണമെന്നായിരുന്നു. പിന്നെ ആ വീഴ്ച പുള്ളി ഒരു ടെറസിന് കയറി, പിന്നെ അത് കഴിഞ്ഞ് വേറെ മരത്തുമ്മ കയറി, പിന്നെ ഓലപ്പട്ടം പിടിച്ച് ഇങ്ങനെ പോയി നേരെ കിണറ്റിൽ വീഴുക എന്നുള്ളത് ഒറ്റ ഷോട്ടിൽ നടന്ന് തുറക്കം തൊട്ട് പ്ലാൻ ചെയ്ത് ആർട്ടുകാരോടും ഫൈറ്റുകാരോടും എല്ലാം നമ്മളങ്ങനെ പറഞ്ഞത്. പക്ഷേ ഷൂട്ടിൽ അന്ന് പറഞ്ഞു അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമ്മൾ കട്ട് ചെയ്ത് തന്നെ പോകേണ്ടവരെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡെസ്പായി. കാരണം ഇത് മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള ഈ പരിപാടി ഇതിങ്ങനെ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം പറഞ്ഞിട്ടുള്ളായിരുന്നു. എല്ലാം ഓക്കെ വേണ്ട. അന്നേരം ഫൈറ്റിലൊക്കെ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ദേഷ്യം നമുക്കുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തെയ്യമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റിന് വെയിറ്റ് കൂടുതലല്ല. അപ്പോൾ പുള്ളിക്ക് കിണറ്റിലോട്ട് ചാടാൻ സെറ്റ് ഇട്ടിട്ടില്ല, ആർട്ടുകാർ ഇട്ടിട്ടുള്ള കിണറാണ്. പക്ഷേ ഇതിനെന്നാ പോലെ അതിലോട്ട് ചാടാൻ പുള്ളിക്ക് പേടി, ധൈര്യമില്ല. അന്നേരം അപ്പം അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ അവിടെ ഡൂപ്പിന് വെച്ചിട്ട് നമ്മളത് ചെയ്തത്. അപ്പോൾ അതും നമുക്ക് ഇതായിപ്പോയി, കാരണം പ്ലാൻ ചെയ്ത് ഒന്നും നടക്കുന്നില്ലല്ലോ ആയി. പക്ഷേ ആ ഡൂപ്പെടുത്ത് ചാടിയത് അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ ഷോട്ട് ഇരിക്കുന്ന പറ്റിയ ആക്സിഡൻറ്റ് നമ്മൾ നേരെ പോയി കിണറ്റിൽ വീഴുക എന്നുള്ളതിൻ്റെ പകരം പുള്ളി കിണറിന് പോയി ഇടിച്ച് കെട്ടിമറിഞ്ഞ് വീഴുക ചെയ്തത്. ആ കാല് മുകളിലൊക്കെ ആയിട്ടൊക്കെ വീണു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. അല്ല, ഹാപ്പി ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അത് ഓക്കെ നമ്മൾ വിചാരിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും വേറൊരു രസമുള്ള സാധനം കിട്ടിയല്ലോ എന്നായി. എല്ലാവരും ഓടുക അങ്ങോട്ടേക്ക്. കുറച്ച് സെക്കൻഡ് ആയിരിക്കും ഹാപ്പി, പിന്നെയാണ് ആലോചിച്ചത് ഈ പുള്ളിക്ക് ആക്സിഡൻ്റാണ് പറ്റിയെന്നുള്ളത്. അതെ. എന്നിട്ട് അവിടേക്ക് എത്തി നോക്കിയപ്പോൾ ആൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ല, പക്ഷെ വിചാരിക്കാതെ വേറെ രസമുള്ളത് കിട്ടി എന്നുള്ളതാണ്. അരുൺ ചന്ദ്രനെ അങ്ങനെ എന്തെങ്കിലും അനുഭവം പറയാം? കാരണം ഒരു മോക്യുമെന്ററി സ്കൈഫൈ ഒരു ഫിലിമാണ് കേരളശ്ശേരിയിൽ ഞങ്ങൾ ക്ലൈമാക്സിൽ ഈ കൊച്ചിയിലുള്ളൊരു മേജർ പോർട്ടൽ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ റെക്ക് ചെയ്തിട്ട് നമുക്ക് FACT-യിലാണ് കിട്ടിയത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് സംസാരിച്ച് കുറച്ചധികം ക്യാഷ് മറ്റ് സെക്യൂരിറ്റിയുടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ തലേദിവസം രാത്രി 10 മണിക്കാണ് വിളിച്ച് പറയുന്നത് മറ്റു ദിവസം രാവിലത്തെ മോർണിംഗ് ഷോട്ട് നടക്കില്ലെന്ന് പറയുന്നത്, അവിടെ ഫാക്റ്റിൽ അവിടെ അവർ തരില്ലെന്ന് പറയുന്നത്. അപ്പം പിന്നെ കാക്കനാട് നമ്മൾ സ്ഥിരം ഈ വ്ളോഗേഴ്സൊക്കെ ഓട്ടോമോട്ടീവ് വ്ളോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡെഡ് എൻഡ് ഇൻഫോ പാർക്കിനകത്തുള്ളൊരു വഴിയുണ്ട്, സ്കൂളുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഞങ്ങൾ ഫൈനലി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സൊസൈറ്റി എന്നെ കൊണ്ട് സമാധാനിപ്പിച്ച് ചീഫ് എന്നെ കൊണ്ട് സമാധാനിച്ച് കുഴപ്പമില്ല അവിടെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡ്രോൺ ഷോട്ട് എടുത്തപ്പോഴാണ് പോർട്ടിൽ വേണ്ടിയുള്ള ഡ്രോൺ ഷോട്ട് എടുത്തപ്പം ബാക്കിൽ ബ്രഹ്മപുരം മറ്റേ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇപ്പോൾ കാണുന്ന സമയത്ത് കറക്റ്റ് ഒരു ഡിസ്റ്റോപ്പിയ ഫീൽ ചെയ്യുന്നുണ്ട് ബ്രഹ്മപുരം ബാക്ക്ഡ്രോപ്പിൽ വന്നപ്പോൾ. ഫാക്റ്റിൽ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ അത് കിട്ടില്ലായിരുന്നു, കുറച്ചുകൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് എന്ന് തോന്നിയെങ്കിലും എടുത്തു വന്ന സമയത്ത് ഭയങ്കരമായിട്ടും അത് വർക്കായി. സോ ഇങ്ങനെ ആ മാജിക്ക് നമുക്ക് അവസരം വിചാരിക്കുന്ന അവസാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ക്രിസ്റ്റോ ടോമിയോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ആഡ് ചെയ്ത് പറയാം. എന്നാലും മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്ററിലും പ്രൊമോഷൻസിലും സിനിമയിലും ഉടനീളവും 2 സ്ത്രീകൾ, അതും ഒരു കാലഘട്ടത്തിലെ പ്രധാന നടിയായിട്ടുള്ള ഉർവശിയും അടുത്ത ജനറേഷനിൽ വരുന്ന പാർവതിയും വരുന്ന സിനിമയായിട്ട് വരുന്നത്. അപ്പം ക്രിസ്റ്റോ ടോമി ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സിനിമയാണ്. അതിൻ്റെ ഒന്നും ഒരു റിലീസ് ടൈമിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. ഈ ചിത്രത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് പോലൊരു സിറ്റുവേഷൻ അവിടെ രൂപപ്പെടുകയാണ്. കാണികൾ ആഗ്രഹിക്കുന്നു, സിനിമേൻ്റെ ഉള്ളിൽ നിന്നുമുള്ളവർ ആഗ്രഹിക്കുന്നു സ്ത്രീകളെ പ്രധാനമായിട്ടുള്ള സിനിമ വരുന്നത്. ഈ പെട്ടെന്ന് ഈ ഒരു മൊമെൻറ്റ് വന്നപ്പോൾ ആക്ച്വലി അവർ രണ്ടുപേരും പെർഫോമൻസ് ഒരു ഹീറോയിക്കായിട്ട് കൂടെ ആൾക്കാരെ ഏറ്റെടുത്തായിരുന്നു. ഈ ഒരു പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ഒരുങ്ങി വരുന്നു. ആ ഒരു മൊമെൻറ്റിനെ എങ്ങനെയാണ് എടുത്തത്? അന്ന് നമ്മൾ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഇങ്ങനത്തെ മൂമെൻറ്റ് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾക്ക് ആ കഥയിലൊരു വിശ്വാസമുണ്ട്. ആ കഥ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചൊരു സംഭവത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പം ഈ സിനിമ എങ്ങനെയെങ്കിലും ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ ഒരു സിനിമയായിട്ടല്ല ഞാൻ കണ്ടത്, അതൊരു എന്താ പറയുന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ടാണ് കൊണ്ട് നടന്നത്. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ കോവിഡ് കാരണം
കുറച്ച് നീണ്ടുപോയത്. പിന്നെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടും എല്ലാം മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു സമയത്തിന് ശേഷമാണ് റിലീസാവുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ചെയ്തിട്ടും ഇത് റിലീസ് ചെയ്യുന്നില്ലല്ലോ. കാരണം പ്രൊഡ്യൂസേഴ്സ് ബോംബെ നിന്നാണ്, അപ്പം അവരവിടുത്തെ കുറച്ച് അവരുടെ വലിയ പടങ്ങളുടെ തിരക്കിലായിരുന്നു. പിന്നെ ഇവിടുത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും അവർക്ക് തീർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് പ്രോസസ്സ് ആണെന്ന് ആ സമയത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയുടെ റിലീസിന് ഒരു 6 മാസം മുമ്പാണ് കറിയൻ സൈനയുടെ റിലീസാവുന്നത്. അതുകൊണ്ടൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു ഈ സിനിമയ്ക്ക്. അതേസമയം ഞാൻ സുഷിനോട് ഈ സിനിമ ആദ്യം സംസാരിക്കുന്ന സമയത്ത് സുഷിൻ കുംബ്ലിംഗ് നൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിപ്പം ആവേശം വരെ ചെയ്ത് സുഷിൻ കത്തി നിൽക്കുന്നൊരു സമയം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളില്ല എന്ന് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു സമയത്തേക്കാണ് ഈ സിനിമ വരുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബ്ലെസ്സിങ് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന് മറ്റേ സ്ക്രിപ്റ്റിൻ്റെ നിങ്ങളെ കോമ്പറ്റീഷനിൽ ലാപ്പത്താൻ ലേഡീസ് പിന്നെ അതുമായി കോമ്പറ്റീഷൻ നടന്നത് ഈ വർഷം തന്നെ ആ സിനിമ ഇറങ്ങി. അതെ 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 ഞാൻ സിനിസ്ഥാനിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സമയത്ത്, ഉള്ളൊഴുക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സമയത്ത് ലാപ്പത്താൻ ലേഡീസിനായിരുന്നു സെക്കൻഡ് പ്രൈസ്. അപ്പം അതും ഞങ്ങളുടെ സിനിമയുടെ തൊട്ട് മുമ്പ് തന്നെയാണ് ലാപ്പത്താൻ ലേഡീസ് റിലീസാവുന്നതും. അത് വളരെ ശ്രദ്ധ കൈപിടിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിരൺ റോനെ ഒരു 2 ദിവസം മുമ്പ് കണ്ടപ്പം ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അതെ 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 അതുപോലെ തന്നെ ഒരു കാര്യം പറയാനല്ലോ, ഇപ്പോൾ ഒരു ഷോട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൽ. അത് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു സമയമായിരുന്നു. ഞങ്ങൾ ഈ കുട്ടനാട് ഷൂട്ട് ചെയ്യുന്ന കാരണം മഴയും ഒക്കെയാണല്ലോ സിനിമയിൽ ഉടനീളം. പക്ഷെ ഒരിക്കലും ഒരു 6 മഴ പെയ്യിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കരയിലാകുമ്പോൾ നമുക്ക് റെയിൻ മെഷീൻ വെച്ചിട്ട് ഫോർഗ്രൗണ്ടിൽ മഴ പെയ്യുമ്പം നമ്മളത് കുറേയൊക്കെ വിശ്വസിക്കും. 6 ഇതിൻ്റെ പാറ്റേൺസ് വെള്ളത്തിൽ വീണിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എവിടെ മഴ പെയ്യുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ നിങ്ങൾ കാണുന്ന അവസാനത്തെ ക്ലൈമാക്സ് ഷോട്ടിൽ 6 ഭയങ്കര വലുതാണ്. അപ്പോൾ എത്ര റെയിൻ മെഷീൻ വെച്ചാലും ഈ 6 നമുക്കൊരു വൈറ്റ് ഷോട്ട് വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റിൽ എപ്പോഴും ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് ഈ 2 സ്ത്രീകൾ അഞ്ജു ലീലാമ്മയും ഒരു കുട പിടിച്ചിട്ട് ഈ ഒരു വഞ്ചിയിലിരുന്ന് വെള്ളത്തിലൂടെ പോകുന്നതാണ്, ഈ നദിയിലൂടെ പോകുന്നതാണ് ഫൈനൽ ഷോട്ട്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഷെഡ്യൂളിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുകയും അവസാനം ഒരു ദിവസമേ ഉള്ളൂ ഷൂട്ട് ചെയ്യുക. അപ്പം ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആലോചനയായി. വൈറ്റ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യിക്കാൻ പറ്റില്ല, ക്ലോസ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു അവസാനത്തെ എൻഡിങ് ഷോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ തീരുമാനിച്ചു ആ ചേച്ചിക്ക് ആ ഒരു ദിവസം കൂടെ ഉള്ളൂ ഡേറ്റ്, അത് കഴിഞ്ഞ് ചേച്ചി പോകും. അപ്പം ചേച്ചിയും പാർവതിയും കൂടെ വരുന്ന അവസാനത്തെ ദിവസമാണ്. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ തീരുമാനിച്ചു പെർഫോമൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് മഴ വേണ്ട എന്ന് തീരുമാനിച്ചു. തലേ ദിവസം രാവിലെ എണ്ണീറ്റ് ഞാൻ പല്ല് തേക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്താണ് കഥ ചെയ്തത്. കാരണം ആ 5 വർഷം സ്ക്രിപ്റ്റ് എഴുതിയപ്പം അതിൻ്റെ ഫൈനൽ സീൻ ഈ മഴയത്ത് ഈ 2 സ്ത്രീകൾ ഒരു കുടയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രശ്നം കണ്ടുകൊണ്ട് ടീച്ചർ വിളിച്ച് പറഞ്ഞു ടീച്ചറുടെ റെയിൻ മെഷീൻ തിരിച്ചു കൊണ്ടുപോകാം. അപ്പം റെയിൻ മെഷീനൊക്കെ കൊല്ലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയിൻ മെഷീൻ വന്നു, പക്ഷെ എന്നാലും നമുക്ക് ആ മഴ പെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വലിയൊരു ആറാണ്. അങ്ങനെ ഞങ്ങൾ ഷോട്ട് എടുക്കാൻ വെള്ളത്തിൽ കയറി. ഞാൻ ഷൈനാദ് DOP, ഷൈനാദ് ഒരു ക്രെയിനിലിരിക്കുവാണ്, ഡ്രോണുണ്ട്. അപ്പം ഇവർ 2 പേരും വെള്ളത്തിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ആറൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, കാരണം വെയിലടിച്ചിട്ട് കത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് അതൊരു ഫൈനൽ ഷോട്ട് വെക്കുക എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓപ്പോസിറ്റ് ആക്സസ് ഷൂട്ട് ചെയ്താലോ, അപ്പം അത് ഭംഗിയുണ്ടാവില്ല. പക്ഷെ ഒരു കോംപ്രമൈസാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാർമേഘം വരുന്നത്. അപ്പോൾ ഷൈനാദ് പറഞ്ഞു ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരോട് ആക്ടേഴ്സിനോട് ഇൻസ്ട്രക്ഷൻ പോലും കൊടുക്കാൻ പറ്റില്ല. അവർ വെള്ളത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ ആക്ഷൻ വിളിച്ചു, അവർ വെള്ളത്തിൽ പോയി. അപ്പം ഭാഗ്യത്തിന് ഒരു പ്രൊഡക്ഷൻ ഒരു കുട വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലും അല്ല, നിങ്ങൾ മഴ പെയ്യുമ്പം കുട നിവർക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചു. അത് പറയാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. മഴ പെയ്യുവാണെന്ന് വിചാരിച്ച് പ്രൊഡക്ഷനിൽ കുട വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് മഴ പെയ്തു. പാർവതി മഴ കൊണ്ടാതിരിക്കാൻ വേണ്ടി കുട നിർത്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഡ്രോണിലാണ് ഒരു ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഡ്രോണിൻ്റെ മോണിറ്ററിൽ കാണാൻ പോലും പറ്റില്ല, കാരണം ഭയങ്കര തീരെ ചെറുതായതുകൊണ്ട് ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു കാണാൻ പറ്റില്ല. എത്രയോ നേരം ഷോട്ട് പോകുന്നു അത്രയും നല്ലത്. അപ്പം ഡ്രോൺ ഓപ്പറേറ്ററിങ്ങിന് പറയുന്നുണ്ട് ഇതിന് 2 ലക്ഷം രൂപ വേണം, 3 ലക്ഷം രൂപ വേണം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, സാർ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോട്ട് എടുത്തിട്ട്. ഞാൻ ഷോട്ട് കണ്ടിട്ടില്ല. പിന്നെ ഡ്രോൺ അത് ഷോട്ട് കട്ട് ചെയ്ത് ഡ്രോണൊക്കെ താഴെ ഇറക്കി കഴിഞ്ഞാണ് ഞാൻ ഷോട്ട് കാണുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ കുട നിവർത്തി ഈ സൈഡ് വരെ എത്തിയിട്ടുള്ളൂ, കുട മേളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ അത് ഞങ്ങൾ VFXൽ ആ ഷോട്ട് എന്താ പറയുക ലെന്തൻ ചെയ്തതാണ്. എന്നിട്ട് കുട ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ
ഇങ്ങനെ കവർ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2-3 ഷോട്ട് ആ ഒരു കാലാവസ്ഥയിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോട്ടിൻ്റെ മാജിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് അപ്പോൾ അന്ന പറഞ്ഞ പോലെ കോൺസ്പിറസി സംഭവം എന്നുള്ളതാണ് ഒരു എന്നുള്ളത്. നമ്മളൊരു സിനിമയുടെ സക്സസ് എന്താന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആട്ടം കഴിഞ്ഞ വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ IFFKയിൽ വലിയ ചർച്ചയാവുന്നു. പിന്നെ അത് തിയേറ്ററിലെത്തുമ്പോൾ വലിയ ചർച്ചയാവുന്നു. ആളുകൾക്ക് അത് അക്സെപ്റ്റബിളായി നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റുന്നു. പിന്നെ അത് നാഷണൽ അവാർഡിലേക്ക് എത്തുന്നു. OTT എത്തിയപ്പോഴും നല്ല രീതിയിൽ ആളുകൾ അതിനെ സ്വീകരിക്കുന്നു. അപ്പം ഒരു കംപ്ലീറ്റ് സർക്കിളായി എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സക്സസ് എന്ന രീതിയിൽ നമുക്കതിനെ താങ്കൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. എനിക്ക് ആക്ച്വലി ഞാൻ തിയേറ്ററിൽ നമുക്ക് മെയിൻ സെൻറ്റേഴ്സിൽ മാത്രമാണ്, ഒരു മെയിൻ സിറ്റി സെൻറ്റേഴ്സിൽ മാത്രമാണ് ഒരു 35th ഡേ വരെയൊക്കെ എത്തിയത്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തിയേറ്ററിൽ അങ്ങനെ ഓടിയില്ല, ഈ പറഞ്ഞ സിറ്റിയിൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായത്. കാരണം എനിക്ക് ഈ സിനിമ നന്നായി ആളുകൾ കാണണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അല്ലാതെ ഞാനൊരു ആർട്ട് ഹൗസ് ഫിലിം മേക്കർ അങ്ങനെ സിനിമ എന്നുള്ള രീതിയിൽ കൺസീവ് ചെയ്തിട്ടില്ല ഒരിക്കലും. ചെറിയ സിനിമയാണ്, പക്ഷേ മാക്സിമം ആളുകൾ കാണണം, അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തതും ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും എല്ലാം. ഓഫ് കോഴ്സ് ചേംബർ ഡ്രാമയാണ്, പിന്നെ പുതിയ ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് OTTയിൽ വന്നപ്പോൾ OTTയിൽ ആക്ച്വലി ഭയങ്കര സക്സസ്ഫുള്ളായി. കേരളത്തിൽ മാത്രമല്ല, എനിക്കിപ്പോഴും തോന്നുന്നു കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഓരോ പ്രാവശ്യം ഏതെങ്കിലും ഒരു ആക്ടറോ ആരെങ്കിലും ഒരു സെലിബ്രിറ്റിയോ വന്നിട്ട് ഈ പടം ഇങ്ങനെ നല്ലതാണെന്ന് പറയുമ്പോൾ OTTയിൽ സർജ് ഉണ്ടാവും. അപ്പം അതിന് പ്രൊഡക്ഷന് അതിൻ്റേതായ ഒരു എമൗണ്ട് വരും. അപ്പോൾ മെയിൻ കാര്യം ഇത് മുടക്കിയ ആൾക്ക് ഇതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആൻഡ് പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളത്. അത് സംഭവിച്ചപ്പോഴാണ് ആക്ച്വലി എനിക്ക് തൃപ്തിയായത്. പിന്നെ ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയപ്പം ഹ്യൂജ് ആയിട്ടുള്ളൊരു സർച്ച്, അതിനെക്കുറിച്ചൊരു സംസാരം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പടത്തിന് ഇപ്പോൾ ഓരോ പ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് സാർ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ചെറിയ സിനിമയാണല്ലോ, അപ്പോൾ ഒരു ഡിസ്കഷൻ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും, ആളുകൾ കൂടുതൽ കാണും. അപ്പോൾ അതൊരു ആബ്സല്യൂട്ട്ലി ഇപ്പോൾ എനിക്കതൊരു സക്സസ് ആയിട്ട് തന്നെയാണ്, ഈവൻ ഫൈനാൻഷ്യലിയും എല്ലാ രീതിയിലും സക്സസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സാറേ, നമ്മൾ മുൻപ് തിയേറ്ററുകളിൽ മാത്രമാണ് സിനിമ ഇറങ്ങുന്നത്, ചർച്ചയാവുന്നത്, പിന്നെ നമ്മൾ TV വരുമ്പോൾ കാണുന്നത്. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ജനുവരി കഴിഞ്ഞ് ഇപ്പോഴും ആളുകൾ അത് പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ കാണുന്നു. ആ രീതിയിലേക്ക് എല്ലാവരിലേക്കും കുറച്ചുകൂടി എത്തുന്ന രീതിയിലേക്ക് അത് മാറിയത് നല്ലൊരു മാറ്റമായി തോന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം എനിക്ക് തോന്നുന്നു OTTയിൽ വന്ന സിനിമകളൊക്കെ, ഇപ്പം ഭരതനാട്യം ഒക്കെ എനിക്ക് തോന്നിയേറ്ററിനേക്കാൾ കൂടുതൽ OTTയിൽ വന്നപ്പോഴാണത് വലിയ ഒരു വിജയമായി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സക്സസ് എന്ന രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തത്. എനിക്ക് തന്നെ മലയാള സിനിമ ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് മാറുവാനായിട്ട് ഈ OTT സ്ട്രീമിങ്ങിനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങളുടെയൊക്കെ ഓരോ സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ബോളിവുഡിലൊക്കെ ചെന്ന് സംസാരിക്കുമ്പം എല്ലാവർക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഓഫ് കോഴ്സ് നേരത്തെ തൊട്ടേ മലയാള സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള കുട്ടികൾ പുതിയ സബ്ജക്റ്റുകൾ, അങ്ങനെ നമ്മൾ വിദേശത്തൊക്കെ സംസാരിക്കുമ്പോഴൊക്കെയും അവരും ഇത് കാണുന്നു എന്ന് പറയുന്നത് അല്ലേ. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് 119 രാജ്യങ്ങളിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് ഭാഷ അറിയാത്ത ആൾക്കാരും സിനിമ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഈ സിനിമയുടെ കണ്ടൻ്റ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന തരത്തിൽ മലയാള സിനിമ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് വളരെ ഒരു സൗത്ത് ഇന്ത്യയിലോ ഒക്കെ മാത്രം ഒതുങ്ങി പോകാവുന്നതാണ്. പ്രത്യേകിച്ച് എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലെ കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ഫിലിം മേക്കേഴ്സ്, ഈ നമ്മുടെ സിനിമ വരാൻ നോക്കിയിരിക്കുന്നു, കാണുന്നു എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. സൂക്ഷ്മദർശിനി ജിതിൻ എല്ലാവരും പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൂക്ഷ്മദർശിനിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിനകത്തുള്ള ഒരു ക്രൈമിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇത്രയും പകൽ വെളിച്ചത്തിൽ തൊട്ടടുത്ത് വീടുകൾ എല്ലാമായിട്ട് അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ട്. അപ്പം ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ളൊരു വലിയ യാത്രയുടെ കഥ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും മൊമെൻറ്റിൽ നമുക്കിത് ഏതെങ്കിലും ഒരു കുറച്ചുകൂടെ സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ ഇച്ചിരി ഇരുട്ടൊക്കെ കയറ്റിയിട്ട് ചെയ്താൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ എങ്ങാനും തോന്നിയിരുന്നു ഈ പകൽ വെളിച്ചത്തിൽ ഈ ഒരു പോയിന്റ്? ആക്ച്വലി നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഈ ലൊക്കേഷൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് പറയാം. ആക്ച്വലി ഞങ്ങൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട്, അത് വളരെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയ സിനിമയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ 6 വീടുകളും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണം.
അപ്പോൾ അങ്ങനെ 6 വീട്ടിലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അറ്റ് എ ടൈം ഈ 6 വീട്ടിലെ ഷൂട്ടുണ്ട് ആക്ച്വലി, അടുത്തടുത്ത വീടുകൾ. ഇപ്പോൾ 6 വീടും ഡിഫറെൻ്റ് ആയിരിക്കണം. ക്യാരക്ടേഴ്സ് ഉണ്ട് ഓരോ വീടിനും. ഇപ്പം ഒരു അപ്പർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ എക്കണോമി വൈസ് ഡിവിഷനുണ്ട് ക്യാരക്ടറൈസേഷൻ വെച്ച്. അപ്പം നമ്മൾ പോകുമ്പോഴും നമുക്ക് എല്ലാ പ്രൊഡക്ഷനിൽ ഒരു മീറ്റിങ്ങിലാണെങ്കിലും പറയുന്നത് നമുക്ക് ഇത് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു ദിവസം ഒരു ചെറിയ പാടലുണ്ടായാൽ നമുക്ക് പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 40 ദിവസം ഇവിടെ തന്നെയാണ്, ഡേ നൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ലൊക്കേഷനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം അവരെ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളതാണ് നമ്മളെല്ലാ ടീമിനോടും പറയുന്നത്. കാരണം പോയ പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടാനില്ല. അപ്പോൾ പക്ഷേ അവിടെ എത്തിയപ്പോൾ നേരെ ഫ്ലിപ്പായി. അവിടുത്തെ ആ നാട്ടുകാർ വൻ സപ്പോർട്ടായിരുന്നു. നാട്ടുകാരെ നമുക്ക് ഡെയിലി ചക്ക വറുത്ത് കൊണ്ട് തരും എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു, അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും അവർ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഏത് രാത്രി ഏത് വീട്ടിലും കയറാമെന്നുള്ള ഇതിൽ നമ്മൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊരു മനുഷ്യരുടെ സ്നേഹം നമുക്ക് ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നുണ്ട്. അത് ആ സിനിമയുടെ വിജയത്തിനും കാരണമായത് ആ നാട്ടുകാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ലൊക്കേഷൻ പോസിബിൾ അല്ല. അതിൽ നമുക്ക് സെറ്റ് ഇടാന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. ആ സിനിമയിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഞങ്ങൾ സ്ത്രീകൾ പൊതുവിൽ ശരിക്കും നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ്സ് ആണ് കേട്ടോ. ആ ഒരു എലമെന്റ് കൊണ്ടുവന്നതില്ല, അത് സൂപ്പറായിരുന്നു. അതായത് സൈക്കോളജി ക്രാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഫീമെയിൽ ജെൻഡറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി ദാൻ മെയിൽ എന്നുള്ളത്. അങ്ങനെ അതൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഇതിലേക്ക് എത്തിയതാണ് ആക്ച്വലി. അപ്പോൾ അവർക്കൊരു സർവൈവൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസും പുരുഷന്മാരെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ള ആസ്പെക്റ്റിൽ തന്നെയാണ് അതിൽ. അപ്പോൾ അത് എല്ലാ വീടുകളിലേക്കും ആ റിലേറ്റബിലിറ്റി ഗ്രൗണ്ട് ചെയ്യും എന്നുള്ള തന്നെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. ഈ ത്രില്ലർ സ്വഭാവത്തിൽ നമ്മൾ പൊതുവെ ഡാർക്കായ കുറച്ച് പ്ലേസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ പോലും അത് ഇരുട്ടിന്ന് വന്നാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റുകളൊക്കെ മൊത്തം മാറ്റുകൂടി ചെയ്തു. അത് ഈ ആക്ച്വലി ഇതെങ്ങനെ വേണമെങ്കിലും ഇതിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ആക്ച്വലി ഇതിനെ ഡാർക്കായിട്ട് ടു ഡാർക്കായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ സിറ്റിങ് 6 വീട്ടുകാർ നമ്മുടെ കേരള എക്കണോമിയുടെ വേറൊരു സിമ്പലാണ്. അപ്പം നമുക്ക് ഓഡിയൻസ് കാണാൻ വരുമ്പോൾ അതൊരു ഫാമിലി ഓഡിയൻസ് ആണ് ആക്ച്വലി. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ടു ഡാർക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, ഇവരാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡാർക്കാണെങ്കിലും അതിനെങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാം, കുട്ടികളും എല്ലാ ഏജ് ഗ്രൂപ്പിനും എങ്ങനെ അത് വർക്കാവുന്നുള്ളത്. ജിസ്റ്റോയോട് ചോദിക്കുന്ന ആഗ്രഹമുള്ളത്, ഈ തലവൻ ജിസ്റ്റോയുടെ തലവര, ആസിഫിൻ്റെ തലവര, അങ്ങനെ എല്ലാവരുടെയും തലവര ഭയങ്കര ഗംഭീര ഒരു ലെവലിലേക്ക് എത്തിച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ സിനിമയിലും ഒരു ഓണർ ചേഞ്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ തലവനിലെത്തുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യുകയാണ്. അപ്പോൾ ജിസ്റ്റോയെ തന്നെ ഒരു നല്ലൊരു പരീക്ഷണത്തിന് നിൽക്കുകയാണ്. ആ സമയത്താണ് ആസിഫലിക്ക് ഒരു വിജയം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം എത്തുന്നത്. ഇതുവരെയുള്ള ജിസ്റ്റോയെ ആസിഫലി കോമ്പോസ് എല്ലാം ഹിറ്റുമാണ്. അപ്പം നമ്മളൊരു പരീക്ഷണം നടത്താൻ നിൽക്കുന്നു, അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ബജറ്റ് എല്ലാം സംബന്ധിച്ചിട്ട്. അതേ സമയത്ത് നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ഇത് വിജയമാവണം എന്നുള്ളൊരു സംഭവം നിൽക്കുന്നു. ഈ 2 പ്രഷറിനെ എങ്ങനെയാണ് ജിസ്റ്റോയ് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഇത് ഇവൻ ഒരു പ്രഷറായിരുന്നു, അറിയില്ല, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ്. അല്ല, ഒരിക്കലും പ്രശ്നമായിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞ കുറിച്ച് പറയാം. ആസിഫ് അലിയെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് അയാൾ ഓരോ സിനിമ കഴിയുമ്പോഴും വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കത് ആൾക്കാർക്ക് മനസ്സിലായി എല്ലാ രീതിയിലും. അത് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും സത്യസന്ധമായിട്ട് 100% ആസിഫിൻ്റെ ഒരു വിജയം ഈ സിനിമ ഓടിയില്ലെങ്കിൽ ആസിഫിന് എന്ത് പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കലും കലവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എല്ലാ സിനിമ ചെയ്യുമ്പോഴും ആലോചിക്കാനുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആസിഫ് എന്നല്ല. കാരണം ഒരു നടൻ നമ്മളെ വിശ്വസിച്ചിട്ട് ഡേറ്റ് തരികയാണ്. അപ്പോൾ നമ്മൾ കാരണം അയാളുടെ ഒരു അവസ്ഥ മോശമാവരുത്, കുറേ കൂടെ ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ പോലും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് ആ നടനിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇത്തവണ തലവൻ ചെയ്യുമ്പോൾ എനിക്ക് ബിജു മേനോൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ ബിജു മേനോ അത് വലിയ സപ്പോർട്ട് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ടാണ് ബിജു എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളുടെ കോമ്പിനേഷൻ, ഇപ്പോൾ മറ്റ് പടങ്ങൾക്ക് അനുരാഗരിക്കുമ്പോഴായാലും വെള്ളിമൂങ്ങിയാണെങ്കിലും അവർ ഒരുമിച്ച് ചെയ്ത പടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ 2 പേരെ കിട്ടുന്നു പറയുന്നതിൻ്റെ ട്രിപ്പിലായിരുന്നു ഞാൻ. അത് അങ്ങേയറ്റം ഒറ്റ ഷെഡ്യൂളിൽ ഭംഗിയായിട്ട് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് എനിക്കൊരു ലേബൽ ഉണ്ടായിരുന്നു, ഫീൽ ഗുഡ് അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറൊക്കെ തന്നു. അപ്പോൾ ഓഫ് കോഴ്സ് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ,
എതിരെ നിൽക്കുന്നവന് മനസ്സറിയാം. അത് ഉപയോഗിക്കാത്ത നമ്മളിവിടെ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് പറയും സ്പോർട്സിന് ആ ഹെഡിടും, രാഷ്ട്രീയത്തിൽ ആ ഹെഡിടും, ഇന്റർനാഷണൽ എല്ലാത്തിലും എതിരെ നിൽക്കുന്നവന് മനസ്സറിയുക. അതൊരു എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ സൈക്കോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തലവനെത്തിയപ്പോൾ അത് അപ്പോൾ പൂർണ്ണമായിട്ട് അതിനെ പഴയ മറന്ന് കളഞ്ഞുകൊണ്ട് പുതിയൊരു പരിപാടി ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ആ സ്ക്രിപ്റ്റ് വേറെ 2 പേരുടെ തിരക്കഥ സംഭാഷണം വേറെ 2 പേരായിരുന്നു. കഴിഞ്ഞ മറ്റ് 5 സിനിമകളും തിരക്കഥ സംഭാഷണം ഞാൻ എഴുതിയത്. ഇതിൽ ഓഫ് കോഴ്സ് സംഭാഷണം ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ 2 പേരും ഒന്ന് പറഞ്ഞ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ സ്ക്രിപ്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മുഹൂർത്തങ്ങളുള്ള സ്ക്രിപ്റ്റായിരുന്നു. ഓരോ 10 മിനിറ്റിലും പുതിയ 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 കാര്യങ്ങൾ ലാസ്റ്റ് പടം തീരെ ടൈലൻഡിൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക ധൈര്യം ഒരു സംവിധായകന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വലുതാണ്. നമ്മൾ OTT പ്ലാറ്റ്ഫോം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സിനിമ ചർച്ച ചെയ്യുന്നൊക്കെ പറയുമ്പോൾ OTTയിൽ ഇറങ്ങിയ സിനിമ അപ്പോൾ ടെലഗ്രാമിൽ വരുന്നു. ഒരുപക്ഷെ ജിതിനായിരിക്കും ഈ വർഷം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു വെല്ലുവിളിയല്ലേ, തിയേറ്ററിൽ നിന്ന് തന്നെ അത് സിനിമ ചോരുന്നൊരു അവസ്ഥ ഉണ്ടായി. അതെ, 2ാമത്തെ ദിവസം തന്നെ. പക്ഷെ നമ്മൾ അത് ഷൂട്ട് ചെയ്തവരെ പിടിച്ചു. അതുകൊണ്ട് അതിൽ ഹാപ്പിയാണ്. ബട്ട് നമ്മളത് ഒരിക്കലും അതൊരു സ്റ്റോപ്പ് ആവാത്തൊരു കാര്യമാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഞങ്ങളുടെ ആ കണ്ടൻറ്റ് ആൾക്കാർ സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് 94ാമത്തെ ദിവസമാണ്. അപ്പോൾ 94ാമത്തെ ദിവസവും ഒരു 5-6 തിയേറ്ററിലെങ്കിലും സിനിമ OTTയിൽ വന്നിട്ടെങ്കിലും ഇപ്പോൾ നാളെ TV-യിലും ടെലികാസ്റ്റ് ഉണ്ട്. എന്നിട്ടും തിയേറ്ററിൽ ആൾക്കാർ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരുന്നുണ്ട്. അത് ഭയങ്കര ഇന്നത്തെ കാലത്ത്, അതായത് OTT അല്ലെങ്കിൽ നമ്മളൊരു 3D സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാൻവാസിലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അത്രയും ആൾക്കാർ തിയേറ്റർ ഓപ്റ്റ് ചെയ്തു 5-6 തവണ സിനിമ കണ്ടു എന്ന് പറയുന്ന അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. ഈ കോടികളെയും കാട്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തൊരു സിനിമ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ എല്ലാ ഏജിലുള്ള ആൾക്കാരും സിനിമയ്ക്ക് പോയി അതിൻ്റെ പാട്ടുകളാണെങ്കിലും അതിൻ്റെ ഇതെല്ലാം ഇപ്പോഴും അത് ആഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നറിയുന്നത് അതാണ് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതും. എൻ്റെ കൈൻഡ് ഓഫ് എൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിന്, ആ ടാർഗറ്റഡ് ഓഡിയൻസിന് അത് പ്രോപ്പറായിട്ട് കിട്ടി എന്നുള്ളത് അതായിരുന്നു ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഈ പറയുന്ന പൈറസി അത് അധികം പിന്നീട് അങ്ങോട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. സംഭവം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്, അതൊരിക്കലും നമുക്ക് നിർത്താനും പറ്റത്തില്ല. പക്ഷേ കമ്മ്യൂണിറ്റിന്ന് വലിയൊരു സപ്പോർട്ടും കിട്ടിയില്ലേ? അതെ, പോലീസിൻ്റെ സൈഡിലാണെങ്കിലും അവർ പ്രോപ്പർ ഒരു സംഭവം നടന്ന് 30 ദിവസത്തിന് മുന്നേ തന്നെ അവർ ആളിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തു പിടിച്ചു എന്നുള്ള ഒരു പ്രോപ്പർ ലീഗൽ പരിപാടി അതവിടെ ഉണ്ടായി. അത് അവരത് സില്ലി രീതിയിൽ അത് വിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ലീഗലി മൂവ് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു അത്. പിന്നെ ഇപ്പം ഇതിനകത്ത് തന്നെ നവാഗതരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാ നവാഗതർക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഒരു സിനിമയിൽ കൺവിൻസ് ചെയ്യിപ്പിക്കുക പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്നുള്ളതൊരു വലിയ പണിയായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിനകത്ത് അരുൺ ചന്ദ്രനോട് ചോദിക്കാനുള്ളത്, ഈ സ്കൈഫൈ മോക്യുമെൻ്ററി എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്, ശിവസായിൻ്റെ എഴുത്തിലുണ്ട്. ഇതെങ്ങനെയാണ് ഇതൊന്ന് കൺവിൻസ് ചെയ്ത് എടുപ്പിച്ചത് പ്രൊഡ്യൂസറെ കൊണ്ട്? ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആഡ് ചെയ്യാം കേട്ടോ അതിനകത്ത്, ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഗേജറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺവിൻസിങ് ഫാക്ടർ പ്രൊഡ്യൂസറിന് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഗണേഷ് കുമാർ സാറിനോടാണ് പോയിട്ട് ആദ്യം കഥ ഞാൻ നറേറ്റ് ചെയ്യുന്നത്. അപ്പം അജുവേട്ടൻ എഴുതുന്ന സമയത്ത് ഞങ്ങൾ സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എടുത്തിരുന്ന ഒരു ഫ്ലാറ്റിലിരുന്നായിരുന്നു എഴുതിയത്. അപ്പോൾ എഴുതുന്ന സമയത്ത് അജുവേട്ടൻ അപ്പുറത്തെ റൂമിലുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് അതിനെ പറ്റിയിട്ടുള്ള ധാരണയുണ്ട്. പക്ഷെ എന്നാലും സൈഫൈ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ടേൺ ഓഫാണ്, നമ്മൾ അധികം പറയാൻ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ബോറടിക്കും. അപ്പം നമ്മൾ ഏകദേശം ധാരണയുണ്ട് അതേ പറ്റി ഇടുന്നുണ്ട്. ഫുള്ളായി കഴിഞ്ഞപ്പം ഞാനും ശിവയും കൂടെ ഗണേഷ് സാറിനെ കാണാനായി ട്രിവാൻഡ്രത്ത് പോയി. സാറിൻ്റെ ഹോട്ട് വീൽസൊക്കെ ഉള്ള മറ്റേ റൂമിൽ ഹോട്ട് വീൽസൊക്കെ ഇങ്ങനെ റെഡിക്കൊണ്ടാണ് കഥ കേൾക്കുന്നത്. ഭയങ്കര ഒരു ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഒരു ടോണി സ്റ്റാറിനെ പോലെയാണ് പുള്ളി. അപ്പം പുള്ളി കഥ കേട്ടിട്ട് അതിനെ ഇൻസ്റ്റൻ്റ്ലി പിക്കപ്പ് ചെയ്തു. പുള്ളിക്ക് ഈ ഡിസ്റ്റോപ്പിയൻ അല്ലെങ്കിൽ ഈ പോസ്റ്റ് അപ്പോക്കലിപ്സ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ട്രോപ്സൊക്കെ ഈസിലി മനസ്സിലാക്കാവുന്ന ഒരു നേർഡ് സൈഡ് പുള്ളിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ടും പുള്ളിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം ഇതൊരു പുതിയ പരിപാടിയാണെന്ന് പുള്ളി ഇൻസ്റ്റൻ്റ്ലി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എന്നെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും അദ്ദേഹത്തിനോട് ഞാൻ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിൽ ഇത് നറേറ്റ് ചെയ്യുകയും എനിക്ക് അഡ്വാൻസ് തരികയാണ് ചെയ്തത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിലൊരു ബന്ധമുള്ളതുകൊണ്ടും കൊട്ടാരക്കരയുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വിനായക ഫിലിംസ്. അപ്പം അജിത് സാറിനോട് പോയി നറേറ്റ് കഴിഞ്ഞ് എന്നെ പെട്ടെന്ന് പൂജാമുറി കൊണ്ടുപോയി കാശ് തന്ന്
പെട്ടെന്ന് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചിട്ട് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അഡ്വാൻസ് തന്നു. ഞാനത് പ്രതീക്ഷിക്കാതെ അവിടെ പോയത്. ഞാനിപ്പോഴും പറയാം, എൻ്റെ സൈഫൈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാരക്കര ഗണപതിയുടെ ലോഗോ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു പെക്യുലാരിറ്റി അല്ലേ. സയൻസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരും, വിശ്വാസങ്ങളും. സോ എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വാസത്തെ മുറിവ് പിടിച്ചുകൊണ്ടല്ലേ ശാസ്ത്രത്തെ അവലംബിക്കണം എന്നുള്ള ഡയലോഗ് എഴുതി തന്നെ അതിന് ശേഷമാണ് ആക്ച്വലി. കാരണം എനിക്കറിയത്തില്ല, അത് ഒരു സൈഫൈ ഒരിക്കലും ഒരു റീജിയണിൽ അല്ലെങ്കിൽ വേറൊരു ലോകത്തിൻ്റെ വേറൊരു മൂലയിൽ ഇങ്ങനെ ഭയങ്കര കൺവെൻഷനലി കൊട്ടാരക്കര ഗണപതിയുടെ മുമ്പിൽ കൊണ്ടാണ് സ്ക്രിപ്റ്റ് പൂജിച്ച് വാങ്ങുന്നത്. ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്നത് സൈഫൈ ആണല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. അത് ഭയങ്കര ഒരു കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം നടക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ജോണറിൽ ഭയങ്കര കട്ടിയാണ്. ഇതിനു മുമ്പ് ഞാൻ 6 ആൾക്കാരുടെ അടുത്ത് പോയിരുന്നിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ 2 മൂവീസും വർക്ക് ആവാത്തതുകൊണ്ട് തന്നെ ലിറ്ററലി എൻ്റെ ഫേസിൽ ഓൺ ദ ഫേസ് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലേ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പ്രൊഡ്യൂസർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലൊരു മൂവി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ആസിൽ ഇങ്ങനൊരു സംഭവത്തിനൊരു ഓഡിയൻസ് ഉണ്ടോ എന്ന് അറിയാതെയാണ് ഞാൻ ആ മൂവി ചെയ്തത്. അപ്പം ചെയ്ത് കഴിഞ്ഞ സമയത്താണ് അതിനൊരു ഓഡിയൻസ് ഉണ്ടെന്ന് അറിയുകയും അത് പറഞ്ഞപ്പോൾ PK ഇറങ്ങിയ സമയത്ത് PK ഏലിയൻ, അപ്പം TV-യിലൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മക്കളൊക്കെ കാണുമ്പോൾ ഇതേപോലെ ഏലിയൻ ഉണ്ടോ, അതുപോലെ അവതാറൊക്കെ സ്ഥിരമായി സ്റ്റാർ മൂവീസിൽ വരുമ്പോൾ കാണുന്ന ആളുകൾ. അപ്പം ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തലമുറ ആളുകൾ അത് കൃത്യമായി ഇത് മനസ്സിലാക്കുന്ന ആളുകൾ അത് തീർച്ചയായിട്ടും. ഞാൻ സെക്കൻഡ് വീക്കിൽ ബാംഗ്ലൂർ പോയപ്പം എനിക്ക് അൾട്ടിമേറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടി. അവിടെ എല്ലാവർക്കും ഇതിൻ്റെ നേർഡ് സൈഡ് അല്ലെങ്കിൽ മാവലൊക്കെ കൂടുതൽ കാണുന്ന ഒരു ജനറേഷൻ അവർ 90s തൊട്ടിട്ട് ഇവോൾവ് ചെയ്തതിന് വരുന്നതാണ്. ഞാനും പ്രെഡേറ്ററും അങ്ങനത്തെ മൂവീസൊക്കെ കണ്ട് തന്നെ വളർന്നു വന്നൊരു ജനറേഷൻ. അപ്പം അവരുടെ ഒരു മേ ബി അവരുടെ ഒരു ബാക്കിയുള്ള ജനറേഷനിലുള്ള ഒരു കമ്മ്യൂണിറ്റി വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിട്ട് അവർ നടക്കരുത് കാണുമെന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല നടക്കുമെന്നുള്ളത് ഒരു സൈഫൈക്ക്. സോ വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അടുത്ത മൂവിയും അങ്ങനെയൊക്കെയാണോ? അടുത്തത് ഇപ്പം ഞാനൊരു സോംബി ഫിലിം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിമുലേറ്റീവ് ഫിക്ഷനാണ്. വലിയ സിമുലേറ്റീവ് ഫിക്ഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്തെ നമുക്കിപ്പം പുതിയ തലമുറയിലെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആടുജീവിതം ഇറങ്ങിയപ്പോൾ അത് ഇമോഷണലി വളരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതും പുതിയ ആളുകൾ കാര്യമായി തന്നെ അതിനെ എടുക്കുന്നു. ഏത് തരം സിനിമ വന്നാലും അതിൻ്റെ കണ്ടൻറ്റ് കിങ് ആണെങ്കിൽ ആളുകൾ എടുക്കുന്നു എന്ന രീതിയിലേക്ക് അത് മാറിയില്ല. കാരണം ഒരു ടൈപ്പ് മൂവി ഒരു സമയത്ത് ത്രില്ലറുകളായിരുന്നു ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരുന്നത്. അപ്പോൾ OTT ത്രില്ലറുകളുടെ ഒരു ബഹളമായിരുന്നു അല്ലേ, സീരീസുകളുടെയൊക്കെ. അതൊക്കെ പൂർണ്ണമായും മാറി. ഇപ്പം നമ്മൾ കാനിൽ വരെ ഇന്ത്യൻ സിനിമ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ മലയാളത്തിന് അഭിമാനമായി നമ്മുടെ 2 താരങ്ങളുണ്ടാവുന്നു. ആ രീതിയിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ വർഷം കുറേ എല്ലാ സിനിമകളും നമുക്ക് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. മലയാളത്തിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഞാനൊക്കെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു പ്രത്യേകതരം രീതികളിലാണ് കഥകൾക്കുള്ളത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ വള്ളോനാടൻ സ്ലാങ്ങും അല്ലെങ്കിൽ അത്തരം സ്ട്രക്ചറുള്ള വീടുകളും തറവാടുകൾ കാര്യങ്ങളെന്നൊക്കെ. അപ്പം പുതിയ തലമുറയിൽ ഒരാൾ വരുമ്പോഴും അവിടെ ഒരു കോളാമ്പിയൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് അവരുടെ സ്വന്തം ജീവിതം വെച്ചിട്ട് ഇവൻ്റെ അപ്പൂപ്പനോ അപ്പനോ ഒക്കെ കണ്ടൊരു തലമുറയെക്കുറിച്ചാണ് ഇവൻ പറയുന്ന സിനിമ എന്ന് ഞാൻ ആ കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സ്വന്തം ചുറ്റുപാടുകളിൽ അനുഭവങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ തുടക്കക്കാരനെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രദേശങ്ങളിലും ഞാൻ കേട്ട് കാര്യങ്ങളിൽ കൂടെ പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇന്നത്തെ തലമുറ അവരുടെ ജീവിതം, അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഡെയിലി ലൈഫ് ബന്ധങ്ങൾ ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതാണ് ഏറ്റവും ഈ ചേഞ്ച് ഉണ്ടാകാനുള്ള മുഖ്യമായ കാരണങ്ങൾ. എന്നാൽ അതിനെ അവിടെ വന്നിപ്പോൾ ഏറെമൊക്കെ പോലുള്ള സിനിമകൾ അതിൽ നിന്ന് കുറേ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടു പഴകിയ അല്ലെങ്കിൽ
പൂർവികർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഈ നടുത്തളങ്ങളിൽ കിടക്കുന്ന ഈ ഓട്ടുകണ്ടിയിൽ നിന്നൊക്കെയുള്ള പ്രചോദനങ്ങളല്ലാതെ പുതിയ തലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള ടൂൾ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് ഈ വ്യത്യാസത്തിൻ്റെ മുഖ്യമായ കാരണം. അപ്പം ഞാൻ ഈ 2008 വായിച്ച ഒരു കഥയുമായിട്ട് ഞാനിത് ഷൂട്ടിങ്ങിന് ആലോചിച്ച് എനിക്ക് പലപ്പോഴും ഈ സിനിമയൊക്കെ ഇറങ്ങുന്നതിൻ്റെ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഈ വേറൊരു വലിയൊരു തലമുറ, പുതിയൊരു മാറ്റത്തിൻ്റെ ഒരു തലമുറയിലോട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല സിനിമ ചെയ്തിരുന്നത്. കാരണം ഞാൻ ഷൂട്ടിങ് 2018 തുടങ്ങുമ്പം എങ്ങനെയാണ് ഓരോ ഫ്രെയിമുകൾ ഉണ്ടാക്കുക, ഷോട്ടുകൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്നും അപ്പം പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്ന ഒരുപാട് കാര്യം. ഇവൻ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത ക്യാമറയല്ല പിന്നീട് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഡിജിറ്റലിലേക്കുള്ള ഓരോ മാറ്റങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം കാലഘട്ടത്തിലുണ്ടായ മാറ്റം നന്നായി ബാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഇത് തന്നെയാണ് പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാർ. അപ്പം അതാണ് നമ്മുടെ ഈ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പ്രേക്ഷകർക്ക് നന്നായിട്ട് സിനിമയെ മനസ്സിലാക്കാനും ഇമോഷനെ നമ്മൾ വെറുതെ പുതിയ തലമുറ അങ്ങനെ കുറ്റം പറഞ്ഞു പോകുന്നതല്ല, അവർക്ക് നല്ലതായിട്ട് ആസ്വാദനത്തിൻ്റെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള നിലവാരത്തിലും സിനിമ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമകളുടെയൊക്കെ വിജയം. അത് ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയപ്പം അതിന് കിട്ടിയൊരു ആക്സെപ്റ്റൻസ് അല്ലേ, അതൊരു നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ കാലം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഓഡിയൻസ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ലോക സിനിമയെ അവർക്ക് വളരെ എളുപ്പമായിട്ട് പരിചയമുള്ളതാണ്. പഴയ കാലത്തെ പോലെയല്ല, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽപ്പെട്ടവർ മാത്രമല്ല ഈ ലോക സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെയും തന്നെ അത്തരത്തിലുള്ള ഒരു പരിചയം നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ അവർക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഈ സമാധാനത്തിന് പൂജ നടത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പോലെയായി അല്ലേ? ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ ചോദിക്കാൻ തോന്നുന്നത്, ഇപ്പം നമ്മൾ ഈ പണ്ട് കണ്ടിരുന്ന കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാമിലിനെയാണ് ഭരതനാട്യത്തിൽ കാണാൻ പറ്റുന്നത്. അതിന് തന്നെ കറക്റ്റായിട്ട് ഓവർ ബാലേട്ടൻ കളിക്കാത്ത ഒരു ഫാമിലി ആയിരുന്നു അത്. അപ്പം ഈ പറഞ്ഞതുപോലെ ബ്ലെസ്സാരൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കുടുംബം തന്നെ വരണം, ഇച്ചിരി കോമിക്കായിട്ടും കൂടെ അത് കാണിക്കണം. അത് തന്നെയായിരുന്നോ ഈ ഭരതനാട്യത്തിൽ? അത് ആളുകൾക്ക് കണക്ട് ആവുകയും ചെയ്തു. എങ്ങനെ അതിനെ കാണുന്നത്? അല്ല, അത് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് വരെയുള്ള സിനിമകളിലായിരുന്നല്ലോ നായകൻ എപ്പോഴും നന്മ ചിന്തിച്ച് നല്ലതിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് എല്ലാ കുറ്റവും തെറ്റൊക്കെ സ്വയം ഏറ്റെടുത്ത് അതൊന്നും എല്ലാവരും ചെയ്യുന്നില്ല. നമ്മുടെ ഇതിലത്തെ നായകനെ ഇങ്ങനത്തെ ഒരു ഇത് ഫേസ് ചെയ്തപ്പോൾ ആൾ ആദ്യം വന്ന് എല്ലാവരോടും പറയുക ചെയ്ത് എന്താ ചെയ്യണ്ടേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് തന്നെ. അങ്ങനെ തന്നെയല്ലേ മിക്ക ഫാമിലി ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മിക്ക ഫാമിലിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും ഡിസ്കഷൻ പോവും. പിന്നെ എല്ലാവർക്കും ഉള്ളിലും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ. അത് ഇൻ ദ സെൻസ് വില്ലൻ എന്നുള്ള രീതിയിലല്ല, നല്ല മനുഷ്യരാണ്, ഇടയിലൊരു സ്വാർത്ഥത അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതാ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലത്തെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനായിട്ട് നിൽക്കുന്ന പയ്യൻ മാത്രമേ ഇച്ചിരി ഇതായിട്ട് ചിന്തിക്കുന്നുള്ളൂ, മെനയിൽ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഉള്ളിൽ അതുണ്ടെന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിലിപ്പോൾ കണ്ടന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ പണ്ട് താരങ്ങൾ പ്രമുഖരായ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ സിനിമ ജയിക്കുള്ളൂ. അവരും മാറ്റത്തിൻ്റെ ഉൾപ്പാതയിൽ തന്നെയാണ്. അപ്പം മമ്മൂട്ടി ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ പരീക്ഷണം, അദ്ദേഹം ടർബോ പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ പോലും ഇതുപോലെ ബ്രഹ്മയുഗം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്കും അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത്തരം പരീക്ഷണങ്ങളെ സാർ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെയൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇപ്പോഴും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. നമ്മളെക്കാളൊക്കെ ഒരു പക്ഷേ സിനിമയിൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലൊക്കെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറുകളെന്ന് പറയുന്നവരൊക്കെ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ച തരത്തിലുള്ള. എന്നോട് എപ്പോഴും പലരും ഇതായിട്ട് ചോദിക്കാറുള്ള കാര്യമാണ്, ഈ സിനിമയിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ അതായത് ഈ ആർട്ടിസ്റ്റുകളാണ് എല്ലാം വരുന്നത്. പക്ഷേ എനിക്ക് പകരമെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളെന്ന് പറയുന്ന അത്രയും ഒരു ഇടത്തിൽ അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കി സിനിമയെ കഥാപാത്രത്തിനെ മനസ്സിലാക്കി ചെയ്യുന്ന വലിയ മികച്ച അഭിനേതാക്കളൂടെയാണ് അവർ. അപ്പോൾ അവർ ഏറ്റവും പുതിയ തലമുറയുമായിട്ട് ചേർന്ന് നിന്ന് സിനിമകൾ ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം എനിക്ക് തോന്നുന്നു നമുക്കാണ് ഏറ്റവും പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആദ്യ സിനിമ ഉണ്ടാകുന്നത് എന്നെ എടുത്തൊക്കെ ഞാനൊരു എഴുത്തുകാരനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിന് വളരെയധികം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ കാലഘട്ടത്തിനുണ്ടാകുന്ന മാറ്റം
എന്താണെന്നുള്ളത്. അല്ലാതെ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയല്ല അത്. ഈ പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് പുതിയ ആൾക്കാർക്കുമൊക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ സാധിക്കുന്നു എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ലാംഗ്വേജിലേക്കൊക്കെ നോക്കുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടോപ്പ് ടയറിലുള്ള ഇപ്പം മമ്മൂട്ടി ആണെങ്കിലും, മമ്മൂട്ടി പ്രത്യേകിച്ച്, പിന്നെ ഇപ്പോൾ മോഹൻലാൽ, അങ്ങനെയുള്ള വളരെ പവർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ഈ മലയാള സിനിമയുടെ ഒരു നരേറ്റീവ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവറിലുള്ള ആളുകൾ തന്നെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുന്നത്, അത് നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ ഒരു ഫ്രീഡം തരിക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ടോ? നിങ്ങളുടെ സിനിമകളിൽ അവർ അഭിനയിക്കുന്നു എന്നുള്ളതല്ല, അവരെടുക്കുന്ന ഡിസിഷൻസ് മലയാള സിനിമയിൽ തന്നെ ഒരു അലയൊലികളൊക്കെ ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട്? അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഹൂവർ ആ ഒരു ഫസ്റ്റ് ഇയർ ആക്ടേഴ്സിൻ്റെ ഒരു അല്ല, ബേസിക്കലി നേരത്തെ സാറ് പറഞ്ഞ പോലെ മമ്മൂക്ക അത്രയും അപ്ഡേറ്റഡ് ആണ് ടെക്നോളജി വൈസ് ആണെങ്കിലും. എനിക്ക് ഞാനൊന്ന് പരിചയപ്പെടാൻ, എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ട്രെയിലർ കാണിക്കാൻ പോയ സമയത്ത് മമ്മൂക്കയുടെ ഓൾറെഡി ARMൻ്റെ ഞങ്ങൾ 3D ടീം കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ അന്ന് ഒരു ഓക്കുലസ് Quest 2 എന്നുള്ള ഒരു വേർഷനാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത വേർഷൻ ഓൾറെഡി മമ്മൂക്കയുടെ ഉണ്ട്, നമുക്ക് അതിൽ കണ്ടും കഴിഞ്ഞു. അപ്പോൾ ഞാൻ 3Dയിലാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നപ്പോഴത്തേക്ക് എന്നോടൊരു 10-15 മിനിറ്റോളം 3D എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നും ഭയങ്കര ടെക്നിക്കലി എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് കുറേ നാളായിട്ട് 3D സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനെയും കാട്ടി കൂടുതൽ മമ്മൂക്കയ്ക്ക് പറഞ്ഞ് നമ്മളതിങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ കേട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആണ്, ലൈക്ക് ഗാഡ്ജറ്റ് വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന സ്റ്റാർസ് ആക്ടിങ് എന്നുള്ളതിന് ഉപരി എന്തൊക്കെ സിനിമയിലുണ്ടാകുന്ന ചേഞ്ചസ് പോലും അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇപ്പം സിനിമ മാറിയ ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ പല ജോണേഴ്സിൽ നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല ജനറേഷൻസാണ് ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ ഈ പറഞ്ഞ OTTയിൽ കാണുന്ന പോലെ തന്നെ അവർ നേരത്തെ സിനിമ എന്നുള്ള ഒരു ഇതായിരുന്നു, പിന്നെ അത് സീരീസായി, പിന്നെ ഇപ്പോൾ അനിമേസായി. അപ്പോൾ നമ്മളും ഇതൊക്കെ ഞാനും ഇപ്പോൾ അതൊക്കെ കണ്ടു തുടങ്ങി, അനിമയൊക്കെ കണ്ടു തുടങ്ങി. കാരണം അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഇനിയുള്ള ജനറേഷനും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ ഇത് കളിയാക്കുന്ന ഒരു രീതിയിലോട്ടാവും. അതിലും നമ്മളിവിടെ ചെയ്യുന്നതിനേയും കാട്ടിയൊക്കെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുന്നു, കോമിക്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ മേക്കേഴ്സും അപ്ഡേറ്റഡ് ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സ്റ്റാർസും ഇപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന എല്ലാ നടന്മാരും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾക്കങ്ങനെ പറയില്ലേ, പിന്നെ ഒരു നടൻ്റെ തല വെച്ചിട്ടായിരിക്കും ആ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. ഇവരെല്ലാം പുതിയതെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, പുതിയത്, ആ ഒരു പുതിയ കണ്ടൻറ്റ് അതെന്തോ ആയിക്കോട്ടെ, അത് ചിലപ്പോൾ അവർ നെഗറ്റീവായിരിക്കും. ഇപ്പം ബ്രഹ്മയുഗം എൻ്റെ എക്സാമ്പിളാണല്ലോ. അപ്പോൾ അതൊരു വിഷയമേ അല്ല തോന്നി. ഇപ്പോൾ ഈ മെയിനായിട്ട് നിൽക്കുന്ന നടന്മാർക്ക് അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. ബ്ലസ്സേട്ടൻ ഇരിക്കുന്നതുകൊണ്ട് ബ്ലസ്സേട്ടൻ പറഞ്ഞു നിർത്തിയിട്ടിൻ്റെ ഒരു ചോദ്യം എപ്പോഴും ബ്ലസ്സേട്ടനെ കാണുമ്പോൾ ചോദിക്കാൻ, ഇങ്ങനൊരു സദസ്സിൽ, അതായത് ഇപ്പോൾ വന്ദനം എന്ന് പറയുന്നൊരു പടം, ചിത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമയാണ്. ചിത്രം 365 ദിവസം ഹിറ്റായിട്ട് കളിച്ചിട്ട് അതേ ടീം അടുത്തൊരു പടം ചെയ്തിട്ട് അത് ചിത്രം പോലെ അത്ര വിജയിച്ചില്ല. എന്നാൽ ചിത്രത്തേക്കാൾ ഏറെ നമ്മൾ ചിരിച്ചു. അത്രയേറെ ചിരിച്ചിട്ടും ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ റീസൺ ഈ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും കാറിലുണ്ട്, ഇങ്ങനെ പോകുന്നു. ഒന്നിങ്ങനെ നോക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുകൊള്ളണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് സന്തോഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. ഇവർ കാണുന്നില്ല, ഇവർ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്നാണല്ലോ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് മനസ്സിലാക്കുന്നത്. എന്താ കഥയ്ക്ക് പ്രസക്തിയില്ല, കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, ഒറ്റ കോളിൽ തീരാവുന്ന വിഷയമുള്ളൂ. അത്തരം മുന്നിൽ അത്തരം ചില അനുഭവങ്ങളുള്ളപ്പോൾ അതെല്ലാം അറിയാവുന്ന ബ്ലസ്സേട്ടനെ പോലെ ഇത്രയും വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിന്നിരുന്ന ഒരാൾ കാഴ്ച എന്ന് പറയുന്ന സിനിമ, മമ്മൂക്കായുടെ നിരന്തരമായിട്ട് എല്ലാ സിനിമകളും വിജയിക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാഴ്ച വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സരിത തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബ്ലസ്സേട്ടനെ വിളിച്ച ആളായാണ്. അതെന്തൊരു ആർജവം വേണമെന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ്, കാഴ്ചയുടെ ക്ലൈമാക്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കടലാസ് ചവിറ്റുകൊട്ടിൽ ആ അഡ്രസ്സ് എഴുതി കൊടുത്ത കടലാസ്, എന്നെങ്കിലും അവൻ്റെ ആരും വന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത കടലാസ് ചവിറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് ആൾ തിരിഞ്ഞ് നടന്നപ്പോൾ നമുക്കറിയാം ഒരിക്കലും ആളുടെ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം.
നമ്മൾ ചില സിനിമകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണും, നമുക്കറിയാം അതാണ് ക്ലൈമാക്സ് എങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുമല്ലോ അതെ 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 ഓരോ തവണ കാണുമ്പോൾ. എങ്കിലും കിട്ടുമെന്ന് തോന്നിച്ചാൽ മതി. അപ്പോൾ മനസ്സിലായി അങ്ങനെയൊക്കെ അതൊക്കെ ശരിക്കും ആ സമയത്ത് ഒരുപാട് ഡിബേറ്റ്സ് വന്നിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ ഫ്രഷ്നെസ് ആഗ്രഹിക്കുന്ന താരങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അത് വേണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്തൊരു വലിയ പക്ഷേ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ അയാൾ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ക്യാപ്ഷനെ കുറിച്ചൊക്കെ ഞാൻ മമ്മൂക്കായൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേങ്കിൽ അദ്ദേഹം പല കാര്യങ്ങൾക്കിടയിലാണല്ലോ ഇത് സംസാരിക്കുന്നത്. എനിക്കിത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ആദ്യ സിനിമ എന്നുള്ള രീതി. അപ്പം എനിക്ക് അത് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴും ഓർക്കുന്നുണ്ട്, ഇത് അവിടെ പോയിട്ടിങ്ങനെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കുന്നിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഒരു വേറൊരു രസകരമായ നിങ്ങൾ അറിയാത്തൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ഇന്നലെ എന്ന് പറയുന്ന പത്മനാഭൻ സാറിൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മർക്കാറയിലെ ആ മെഡോസിലുള്ള ജയറാമിൻ്റെ ആ വീട്ടിൽ നിന്ന് സുരേഷ് ഗോപി വന്നിട്ട് ശോഭനയെ കണ്ടിട്ട് അവർക്ക് തിരിച്ച് മനസ്സിലാകാതെ മടങ്ങുന്നതാണ് എൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. മടങ്ങാൻ നേരത്ത് സുരേഷ് ഗോപി പോകുന്നു, ഇവർക്ക് തിരിച്ചറിയുന്നില്ല, പോകുന്നു, കാറിലേക്ക് കയറാൻ പോകുന്നു. അപ്പം സുരേഷ് ഗോപി ചോദിച്ചു, പപ്പേട്ട ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിക്കോട്ടെ ഒന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായി ജീവിച്ച ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, തിരിഞ്ഞ് നോക്കട്ടെ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അന്ന് കൂടെ നിന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? അല്ല അതിൻ്റെ അത് ഞാനും സുരേഷ് ഗോപിയൊക്കെ ഇപ്പോൾ അതിനുശേഷം താലോലം സിനിമയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ സമയത്ത് അന്നേരം മനസ്സിലാകത്തില്ല എന്താണ് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് ഇപ്പം ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മൊത്തം എന്തായിരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എഴുതിയതുപോലെ തന്നെ അതിന് അവസാനം ഈ പറഞ്ഞ കുറേ ഡിസ്കഷൻ വന്നപ്പോൾ ഇനി ഞാൻ ഒരു തെറ്റാണോ ചെയ്യുന്നതെന്നൊക്കെ വരാം. അതിന് ഭയങ്കര പ്രത്യേകിച്ച് ആദ്യ സിനിമയല്ലേ. ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്ത ആദ്യ സിനിമ പോലല്ലോ. 18 വർഷങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇത് കഴിഞ്ഞു ഇനി കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. അപ്പം ഇനിയും നഷ്ടപ്പെട്ട മനസ്സുമായി മാധവൻ കൂടുതൽ നന്മകൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം ഇത് എങ്ങനെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു സൈക്കോളജി ഇങ്ങനെ കുറേ എന്താ ഇത് അങ്ങനെ പോരാന്ന് പറഞ്ഞവർക്ക് കൊടുത്തൊരു അതിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ എഴുതിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകനെ ഞാൻ അതിലേക്ക് റിലേറ്റ് ചെയ്യുക. ഇത് വായിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചിന്തകളിൽ നിൽക്കുന്ന ആൾക്കും ദൈവമേ ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അങ്ങനെ അത്തരത്തിലുള്ളൊരു സൈക്കോളജി വർക്ക് ചെയ്താണ് കുറേ പേരെ സമാധാനിപ്പിച്ചത്. നമുക്ക് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ്. കാതിൽ ഹിറ്റായത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നായിരുന്നു. കാതിലാട്ടം ഇറങ്ങുന്നതിന് മുമ്പാണ് അറിയുന്നത്. അപ്പോൾ ഒരു വലിയ സ്റ്റാറിൻ്റെ സിനിമകളും എല്ലാ തരത്തിലുള്ള സിനിമകളും നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്ഥിരീകരിക്കുന്ന ഒരു വർഷമാണ് ഇത്. കിഷ്കിന്ദ കാണ്ടം പോലെ ഒരിക്കലും ഓണത്തിന് ഇറക്കരുതെന്ന് പറഞ്ഞ ഒരു സൈഡിലുള്ള ആൾക്കാർ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണപ്പടമായിട്ടൊരു കൊച്ചു പടം വരുന്നു, അത് അടിച്ചിട്ട് പോകും. ആക്ച്വലി ആൾക്കാർ ഭയങ്കര ചൂസ് ചെയ്യണം ഏതാണ് തിയേറ്ററിൽ കാണേണ്ടത്, ഏതാണ് OTT കാണേണ്ടത്. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി. ഏതാണ് തിയേറ്ററിൽ കാണേണ്ടത്, ഏതാണ് OTT കാണേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാരും അങ്ങനെ തന്നെയാണോ. സോ അതൊരു സൈക്കോളജിയാണ്.